കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം. ഇതാണ് നിന്റെ കണ്ണുകൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും സുന്ദരമായ സമയം. നിന്റെ കണ്ണുകൾക്ക് നിലനിൽക്കുന്ന ആനന്ദം തരുന്ന കാഴ്ചയാണ് നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി എന്ത് കണ്ടാലും അതിനൊരിക്കലും നിലനിൽക്കുന്ന സന്തോഷം തരാൻ പറ്റില്ല. ഇതാ എൻ്റെ കണ്ണുകൾ കർത്താവിനെ കണ്ടു കഴിഞ്ഞു എന്ന് ശിമയോൻ എന്ന് പറഞ്ഞില്ലേ? ഇതാ ലോകത്തിൻ്റെ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. പറയാം, ഇനി ഞാൻ മരിച്ചാലും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. ഇതാ കർത്താവ് അൽത്താരയിൽ, രക്ഷകനായ ഈശോ ഇതാ ഈ അൽത്താരയിലുണ്ട്. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ, ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിൽ നിന്നും നിന്നെ കൈപിടിച്ചുയർത്താൻ കഴിവുള്ള കർത്താവ്, നിന്നെ വീണ്ടെടുക്കാൻ കഴിവുള്ളവനായ ദൈവം ഈ അൽത്താരയിലുണ്ട്. കർത്താവിനെ ആരാധിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകത്തെ മുഴുവനും കീഴ്മേൽ മറിച്ചവനാണ് കർത്താവ്. ചരിത്രത്തെ രണ്ടായി വിഭജിച്ചവനാണ് ഈശോ. നിന്റെ സ്നേഹത്തിൽ ഈ നിമിഷങ്ങളിൽ ഞങ്ങളെല്ലാം വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സങ്കടങ്ങളെയും വേദനകളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആഴമേറിയ ചില ജീവിതത്തിന്റെ പ്രശ്നങ്ങളില്ലേ, പക്ഷെ പെട്ടെന്നൊന്നും പരിഹരിക്കാൻ പറ്റാത്ത ചില ജീവിത പ്രശ്നങ്ങൾ നിങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടല്ല, നിങ്ങൾ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ പരിശ്രമിച്ചു. ഏതറ്റം വരെ പോകാവോ അറ്റം വരെ നിങ്ങൾ പോകാൻ തയ്യാറായി. എന്നിട്ടും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ചില ജീവിതത്തിന്റെ മേഖലകളില്ലേ, ചില കുടുംബത്തിന്റെ അവസ്ഥകളില്ലേ, ചില സ്നേഹബന്ധങ്ങളിലുള്ള അസ്വസ്ഥതകളില്ലേ, ഭിന്നതകളില്ലേ, ഈശോയ്ക്ക് കൊടുത്തേ. ആ വിഷയങ്ങളുടെ മേൽ ആത്മാവിന് ഒരധികാരം കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവം സാധ്യമാക്കി തരും. എത്ര അധ്വാനിച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും ഒന്നും വീട്ടിൽ നിൽക്കാത്ത അവസ്ഥ. വിട്ടുമാറാത്ത ചില കലഹങ്ങൾ എപ്പോഴും കുടുംബത്തിലുണ്ട്. ചില വിട്ടുമാറാത്ത രോഗപീഠകൾ, അല്ലെങ്കിൽ നിരന്തരം ഇങ്ങനെ ആരെങ്കിലുമൊക്കെ രോഗികളായിത്തീരുന്ന അവസ്ഥയുള്ള കുടുംബങ്ങൾ. എന്ത് ചെയ്താലും ഫലമണിയാത്തൊരവസ്ഥയിലൂടെ കടന്നു, എല്ലാം ഇങ്ങനെ പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥകൾ, ഒന്നും പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥ. കർത്താവേ, ഇതുപോലുള്ള അവസ്ഥകളിലൂടെ എല്ലാം കടന്നുപോയി എന്നെത്തുന്ന നിനക്കറിയാം ഈ മക്കളുടെ വേദനകൾ എന്താണെന്ന്, നിനക്കറിയാം ഇവരുടെ സങ്കടങ്ങൾ എന്താണെന്ന്, നിനക്കറിയാം ഇവരുടെ സ്വകാര്യ ദുഃഖങ്ങൾ എന്താണെന്ന്. ഈശോയെ, ഇവരുടെ വേദനകളിലേക്ക്, സങ്കടങ്ങളിലേക്ക്, ഇവരുടെ സ്വകാര്യ ദുഃഖങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന നിമിഷമാണ്. ഈ ദിവസക്കാലം നിങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും അൽത്താരയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവേ, ഇപ്പോൾ ഈ മക്കളെ ഇവരുടെ പ്രത്യേക നിയോഗങ്ങളെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,